അനിതയെ കൊലപ്പെടുത്താൻ പ്രബീഷിനൊപ്പം നിന്നത് രജനിയായിരുന്നു. ഗർഭിണിയാണെന്ന് കൊലയാളികൾക്ക് പൂർണ്ണ ബോധ്യവുമുണ്ടായിരുന്നു. കഴുത്തു ഞെരിച്ച് അവശയാക്കി അനിത മരിച്ചെന്ന് തെറ്റിദ്ധരിച്ച പ്രതികൾ ശവശരീരം ആറ്റിൽ തള്ളാൻ തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് പൂക്കൈതയാറ്റിൽ അനിതയുടെ ശരീരം പൊന്തി. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിലെ 2ാം പ്രതിക്കും കഴുമരം ശിക്ഷ. ഒഡീഷ ജയിലിലുള്ള പ്രതി രജനിയെ കേരളത്തിലെത്തിച്ചാണ് വിധി പ്രസ്താവിച്ചത്. കേസിലെ 1ാം പ്രതി പ്രബീഷിന് കോടതി തിങ്കളാഴ്ച വധശിക്ഷ വിധിച്ചിരുന്നു. ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ അനിതയുടെ മൃതദേഹം 2021 ജൂലൈ 10-ാം തീയതിയാണ് പൂക്കൈതയാറിൽ നിന്ന് കണ്ടെത്തിയത്. കേസിൽ അനിതയുമായി അടുപ്പമുണ്ടായിരുന്ന മലപ്പുറം നിലമ്പൂർ സ്വദേശി പ്രബീഷിനെയും ഇയാളുടെ സുഹൃത്തും കൈനകരിക്കാരിയുമായ രജനിയെയും അറസ്റ്റ് ചെയ്തു. വിവാഹിതനായ പ്രബീഷ് ഒരേ സമയം വിവാഹിതരായ അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു. അനിത ഗർഭിണിയായതിനു പിന്നാലെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ ജൂലൈ 9-ാം തീയതി ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി. KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ യുവതിയെ ഓട്ടോയിൽ രജനിയുടെ കൈനഗിരിയിലെ വീട്ടിലെത്തിച്ചു. ശേഷം 2 കുട്ടികളുടെ അമ്മയായ അനിതയെ പ്രബീഷ് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി. നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ രജനി വായും മൂക്കും അമർത്തിപ്പിടിച്ചു. ബോധരഹിതയായ അനിത കൊല്ലപ്പെട്ടു എന്ന് കരുതി ഇരുവരും ചേർന്ന് പൂക്കൈതയാറ്റിൽ ഉപേക്ഷിച്ചു എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എല്ലാ തെളിവുകളും നിരത്തി പ്രോസിക്യൂഷൻ നടത്തിയ വാദം അംഗീകരിച്ച കോടതി 1ാം പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. കോടതിയുടെ ആ വിധിയെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെ മാനിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേസിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കേസിലെ 2ാം പ്രതിയുടെ അമ്മ തന്നെയാണ് ഈ പ്രതികൾക്കെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത്. ഇതിലെ ശാസ്ത്രീയ തെളിവുകളും പ്രത്യേകിച്ച് DNA പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് തന്നെ പ്രോസിക്യൂഷൻ്റെ കോടതി മുമ്പാകെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്താനുള്ളത്. അവരുടെ നല്ല കഴിവുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ജഡ്ജി പ്രോസിക്യൂട്ടറുമൊക്കെ വളരെയധികം ഇതിൽ സഹകരിച്ചതിൽ വളരെയും കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ കുടുംബം. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് 2ാം പ്രതി രജനിക്കും കഴുമരം വിധിച്ചത്. അനിതയെ കൊലപ്പെടുത്താൻ സഹായിച്ചത് രജനിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. മയക്കുമരുന്ന് കേസിൽ ഒഡീഷ ജയിലിലുള്ള രജനിയെ കേരളത്തിലെത്തിച്ചാണ് വിധി പ്രസ്താവിച്ചത്. രജനിയെ തിരുവനന്തപുരത്തെ ജയിലിലേക്ക് മാറ്റി. ഗർഭിണിയായ ഒരു യുവതിയെ കൊല്ലാനെടുത്ത അവരുടെ ആ ഗൂഢാലോചനയും അതിൽ 2ാം പ്രതിയാണ് പ്രിൻസിപ്പൽ ഒരു ഒഫൻഡറായിട്ട് ഇതിൽ കോടതി കൂടുതലും കണ്ടെത്തിയിരിക്കുന്നത്. വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ആദ്യം നമുക്ക് ഒരു അൺഐഡൻറ്റിഫൈഡ് ഡെഡ് ബോഡി മാത്രമാണ് കിട്ടിയത്. അത് പോസ്റ്റ്മോർട്ടത്തിലാണ് മർഡറാണെന്ന് തെളിഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്ത് നമുക്കൊരു എവിഡൻസിനൊരു ബ്രേക്ക് ഇല്ലാതെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഫ്രം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഒരു ബ്രേക്ക് ഇല്ലാതെ എവിഡൻസ് കൊണ്ടുവരാൻ പറ്റി. ഇതിൽ എൻ്റെ കൂടെ കേസ് എഴുതാൻ സഹായിച്ച സുജിമോൻ, എൻ്റെ SI ആയിരുന്ന കുര്യൻ, ഇവരെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.